സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. Which of the following ions has a maximum number of unpaired electrons in its ground state? എന്താന്ന് ചോദിച്ചാല് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മാക്സിമം അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള അയണിനെ കണ്ടുപിടിക്കണം. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: മാംഗനീസ്, അയൺ, കൊബാൾട്ട്, കോപ്പർ. എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ പഠിക്കുന്നുണ്ട് അല്ലെ. ബോ പ്രിൻസിപ്പിൾ എന്താണ്? അതിനകത്ത് നമ്മൾ 4 SPDF തന്നിട്ടുണ്ട്. 1s2, 2s2, 3s2 മീൻസ് അങ്ങനെ എഴുതിയിട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഓഫ് ബോ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാനായിട്ട്. സോ നോക്കിക്കേടാ, ഇത് പാതി പീരിയോഡിക് ടേബിൾ കിട്ടണുള്ളേ. നോക്കിക്കേ, നമുക്ക് വേണ്ടത് മാംഗനീസും അയണും കൊബാൾട്ടും കോപ്പറും ഇവിടെ ഉണ്ട്. സോ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത്? ആർഗൺ അല്ലെ. ആർഗണിനെ ബേസ് ചെയ്തിട്ട് മീൻസ് ഷോർട്ട് ആയിട്ട്, നമുക്ക് ലോങ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ എഴുതുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ, ലോങ് ആയിട്ടാണ് എഴുതുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ നമുക്ക് ഒരു എലമെന്റിനെ വെച്ചിട്ട് നമുക്ക് ബാക്കി എഴുതാനായിട്ട് പറ്റും. സോ ആർഗൺ വെച്ചിട്ട് നമ്മൾ 3d5 എന്ന് എഴുതി, Mn2+ അല്ലെ. മാംഗനീസിന് 3d5. അപ്പൊ എത്ര ഡി ഇലക്ട്രോൺസ് ഉണ്ട് അവിടെ? 5 ഇലക്ട്രോൺസ് ഉണ്ട്. അതേപോലെ അയണിന്റെ അവിടെ 3d6, അതുകൊണ്ട് 6d ഇലക്ട്രോൺസ് ഉണ്ട്. കൊബാൾട്ടിന്റെ കേസിൽ വരുമ്പോൾ 7d ഇലക്ട്രോൺസ്, കോപ്പറിന്റെ കേസ് വരുമ്പോൾ 9d ഇലക്ട്രോൺസ് വരുന്നുണ്ട്. സോ നോക്കിക്കേടാ, നമ്മള് ഓർബിറ്റൽ ഡയഗ്രം, നമ്മൾ ഹൺസ് റൂൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹൺസ് റൂൾസിൽ എന്താണ് പറയുന്നത്? അവിടെ ഏറ്റവും ആദ്യമേ എന്താണ് ചെയ്യേണ്ടത്? എല്ലാം ഫില്ല് ചെയ്തിട്ട് മാത്രമേ പെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒന്നായിട്ട് നിൽക്കുന്നത്, ഇപ്പൊ കണ്ടില്ല, ഒറ്റ ആരോ മുകളിലോട്ട് കിടക്കുന്നത് ഒന്നും പെയർഡ് അല്ല, അത് അൺപെയർഡ് ആണ്. സോ ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെയർഡ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഹൺസ് റൂള് വെച്ചിട്ട് നമ്മൾ ആദ്യമേ എന്താണ്, ഓർബിറ്റൽസ് മൊത്തം ഫില്ല് ചെയ്തിട്ട് മാത്രമേ പെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അപ്പൊ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലെ. ഇവിടോ 5 എണ്ണത്തില് ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ പെയർ ആയിട്ടുള്ളത്, അതുകൊണ്ട് 4. ഈ D7ന്റെ കേസിൽ വന്നേ, അവിടെ എന്താണ്? 3 അൺപെയർഡ് ഇലക്ട്രോൺസ്. D9ഓ, കോപ്പറിന്റെ കേസിൽ വരും ഒറ്റയൊരു അൺപെയർഡ് ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എവിടെയാണ് ഉള്ളത്? മാംഗനീസിനകത്താണ് ഉള്ളത്. സോ ഓപ്ഷൻ വന്നിട്ട് ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ.